ഹലോ പ്രിയപ്പെട്ട ക്രിയേറ്റേഴ്സ്, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കാണുന്ന ഓപ്ഷൻ, അതായത് നമ്മുടെ പഴയ അൾട്ടേർഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ AI ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ AI യൂസ് എന്നുള്ള പേരിൽ നിങ്ങൾക്ക് ഓപ്ഷൻ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ നോർമലി ഇതേക്കുറിച്ച് ഒരു വീഡിയോസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഇതേക്കുറിച്ച് പല വീഡിയോസുകളും വന്നു എന്നുള്ളതാണ്. വീഡിയോസ് ഇട്ട ചിലരിൽ ഇതേക്കുറിച്ച് മലയാളത്തിൽ വീഡിയോസ് ഇട്ട ചിലരിൽ വീഡിയോസ് ഒരു മണിക്കൂറിന് ശേഷം ഡിലീറ്റ് ചെയ്യുന്നത് കണ്ടു. മറ്റു പലരുടെയും വീഡിയോസ് ഇപ്പോഴും മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളുടെയും പേര് പറഞ്ഞു ഇനി വ്യക്തിഹത്യക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കാര്യം പറയുന്നത്. പല ചാനലുകളിലും തെറ്റായ വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ചില യൂട്യൂബിലെ പ്രഗത്ഭരായിട്ടുള്ള ചാനലുകളിൽ ഇപ്പോഴും ഇത് വന്നിട്ടില്ല, ഇപ്പോഴും ഇതേക്കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഈ കാണുന്ന വ്യക്തി, ഈ കാണുന്ന യൂട്യൂബ് ടെക്നിക്കൽ യോഗി എന്ന് പറയുന്ന ഈ കാണുന്ന വ്യക്തി വീഡിയോസ് ഇട്ടാൽ മാത്രമേ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലെ പ്രഗത്ഭരായ ആളുകൾ, അല്ലെങ്കിൽ ഞങ്ങളാണ് സ്വയം പ്രഗത്ഭർ എന്ന് സ്വയം വിശ്വസിക്കുന്ന ചില ആളുകളുടെ വീഡിയോസ് വരൂ എന്നുള്ളതാണ്. കാരണം അവരുടെ തമ്പനയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്നത്തെ യോഗിയുടെ വീഡിയോസ് ആണ് 5 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറിൽ അവരുടെ വീഡിയോസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും യോഗി അണ്ണൻ വീഡിയോസ് ഇടാത്തത് കൊണ്ടായിരിക്കാം അവരും വീഡിയോസ് ഇടാത്തത് എന്നുള്ളത് മനസ്സിലാക്കുക. കൃത്യമായി പറഞ്ഞാൽ അതേപോലെ ഈച്ചക്കോപ്പി വീഡിയോസുകളാണ് ഞാൻ കൃത്യമായിട്ട് ഇവരുടെ വീഡിയോസിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പറയേണ്ടി വന്നത്. അപ്പൊ നമുക്ക് ഏതായാലും നമുക്ക് ഈ ഒരു കാര്യം നോക്കാം. എന്താണ് ഈ പറയുന്ന AI യൂസ്, അതായത് AI ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് അൾട്ടേർഡ് കണ്ടന്റ് എന്നുള്ളതിന്റെ പേരൊന്ന് ചേഞ്ച് ചെയ്തു എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരാളൊരു വീഡിയോസ് ഇട്ട് ആരെങ്കിലും ഒന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് വിളികൾ വരും. ഇപ്പൊ നമുക്ക് AI തമ്പനയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് യെസ് കൊടുക്കണോ നോ കൊടുക്കണോ, അതുപോലെ തന്നെ ഫിൽറ്ററുകൾ ഉപയോഗിച്ചാൽ കൊടുത്ത് എസ് കൊടുക്കണോ നോ കൊടുക്കണോ, അത് AI വോയിസ് ഉപയോഗിച്ചാൽ എസ് കൊടുക്കണമോ നോ കൊടുക്കണമോ, ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരം ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരുടെ അൾട്ടേർഡ് കണ്ടന്റിന്റെ റൂൾസ് എന്താണോ അത് തന്നെയാണ് ഇവിടെയും. അതിന് അൾട്ടേർഡ് കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ അറിയണം. ഇതേക്കുറിച്ച് തെറ്റായിട്ട് വീഡിയോസ് ഇടുന്നവരും അൾട്ടേർഡ് കണ്ടന്റിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടൂ എന്നുള്ളത് മനസ്സിലാക്കാം. എന്താണ് അൾട്ടേർഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്ടേർഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും വീഡിയോസ് ചെയ്താൽ, അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും വീഡിയോസ് ചെയ്താൽ, കമ്മ്യൂണിറ്റി ഗൈഡൻസിന് കാരണമാകുന്ന ചില അറ്റാക്കുകളും കാര്യങ്ങളും AI നിർമ്മിതമായി നിർമ്മിക്കുക, അതുപോലെ തന്നെ ഒരു സംഭവത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അതിശക്തമായ ഒരു മിസൈൽ ആക്രമണം ഇവിടെ നടന്നു എന്നുള്ള സംഭവം അത് മറ്റൊരു സ്ഥലത്താണ് നടന്നത് എന്നുള്ള രൂപത്തിൽ വരിക എന്നുള്ളതൊക്കെയാണ് ഈ അൾട്ടേർഡ് കണ്ടന്റ്. നമ്മൾ എസ് കൊടുക്കണോ നോ കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അൾട്ടേർഡ് കണ്ടന്റ് നമ്മൾ എസ് ആണ് കൊടുക്കാറ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കേരളത്തിൽ വീഡിയോസ് ചെയ്യുന്ന 98% പേരുകളും വീഡിയോസ് ചെയ്യുമ്പോൾ നോ എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം. ഇപ്പോൾ യൂട്യൂബിൽ കറങ്ങി നടക്കുന്നത് പോലെ വോയിസ്, നമ്മൾ AI വോയിസ് ഉപയോഗിക്കുമ്പോൾ യെസ് കൊടുക്കണോ നോ കൊടുക്കണോ എന്നുള്ളതാണ്. അത് ചില യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് നമ്മൾ യെസ് എന്നാണ് കൊടുക്കേണ്ടത്, അല്ല നിങ്ങൾ നോ എന്നുള്ളത് മാത്രമാണ് കൊടുക്കേണ്ടത്. 99% ആളുകളും AI വോയിസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നോ എന്നുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള 1% എന്ന് പറയുന്നത്, നിങ്ങൾ ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ രൂപവും ഭാവവും സൃഷ്ടിച്ചെടുത്തു അയാളുടെ വോയിസ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് മാത്രം നിങ്ങളാണ് അയാളുടെ വോയിസ്, അതായത് ഒരു തെറ്റിദ്ധാരണ പരത്തുകയാണ്. അയാളുടെ സ്വന്തം വോയിസ് അതൊക്കെ AI കൊണ്ടുവരാൻ കുറച്ച് പണിയുണ്ട്. എങ്കിലും അങ്ങനെ നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് യെസ് കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ നോർമൽ സ്ക്രിപ്റ്റിന് വേണ്ടി നിങ്ങൾ വോയിസ് ഓവർ AI പ്രകാരം കൊടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ എസ് എന്നുള്ളത് കൊടുക്കണ്ട, നോ എന്നുള്ളത് മാത്രം കൊടുത്താൽ മതി. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട കാര്യം, തമ്പനയിൽ 99% എന്ന് പറയുക, അല്ലാതുണ്ടെങ്കിൽ 100% എന്ന് പറയാം. തമ്പനയിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും എസ് കൊടുക്കണ്ട എന്നുള്ളതാണ്. എസ്പെഷ്യലി AI തമ്പനയിൽ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും എസ് കൊടുക്കുക എന്നുള്ളത് ചില വീഡിയോസിൽ ഞാൻ കണ്ടു. അല്ലെങ്കിൽ AI തമ്പനയിൽ ചെയ്യുന്നവർ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എസ് കൊടുക്കണം എന്നുള്ളത് ഞാൻ ചില വീഡിയോസിൽ കണ്ടു. തീർച്ചയായിട്ടും അങ്ങനെയല്ല. നമ്മൾ AI എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ AI തമ്പനയിലുകൾ ഈ അടുത്ത കാലത്താണ് പാവപ്പെട്ട വീട്ടമ്മമാരൊക്കെ അതൊന്ന് പഠിച്ചു വന്നത്. എന്ന് വെച്ചാൽ സുന്ദരമായിട്ടുള്ള തമ്പനയിലുകൾ ഇപ്പോഴാണ് അവർ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തെറ്റായ ഇൻഫർമേഷൻ വന്നപ്പോൾ അവരെല്ലാവരും വിളിച്ചു തുടങ്ങി, ഞങ്ങൾ AI വീഡിയോസ് AI തമ്പനയിൽ ഇനി മുതൽ ഇടുന്നില്ല, അത് പ്രശ്നമാണ് എന്നുള്ളത്. യെസ് കൊടുത്താലും നോ കൊടുത്താലും പ്രശ്നമുണ്ടോ പ്രശ്നമുള്ളതോ എന്നുള്ളതല്ല വിഷയം. വീഡിയോസ് യെസ് ഈ ഗണത്തിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ തമ്പനയിൽ നിങ്ങളുടെ ഫിൽട്ടർ കൂട്ടിയിടുന്നത് കൊണ്ടോ, അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കൃത്രിമമായി സൃഷ്ടിക്കുന്നത് കൊണ്ടോ
അത് നിങ്ങളുടെ വീഡിയോസിലായാലും ശരി, AI വീഡിയോസിലായാലും ശരി, AI തമ്പനയിലായാലും ശരി, നിങ്ങൾ അതിന് യെസ് കൊടുക്കേണ്ട ആവശ്യമില്ല, നോ തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം എന്താണ്? അത് അൾട്ടേർഡ് കണ്ടന്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നോ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ തന്നെ AI വീഡിയോസ് സൃഷ്ടിക്കുന്നവരെല്ലാവരും ഇനി മുതൽ എസ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല. AI വീഡിയോസ് സൃഷ്ടിക്കുന്നവർ, നോർമലായി ആനിമേഷൻ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നവർ, ആനിമേഷൻ വീഡിയോസുകൾ ചിത്രീകരിക്കുന്നവരെല്ലാം പഴയതുപോലെ തന്നെ നോ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി ആരെങ്കിലും അതിന് എസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെയൊന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ, ജനങ്ങൾക്ക് ഹാനി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അൾട്ടേർഡ് കണ്ടന്റിന്റെ നിയമങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. അതിന്റെ പേര് ജസ്റ്റ് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പൊ ആനിമേഷൻ ചെയ്യുന്നതോ, നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഗ്രീൻ മാറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഈ ഗ്രീൻ മാറ്റ് യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തൊന്നും തന്നെ നിങ്ങൾ ഇനി മുതൽ യെസ് കൊടുക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നോ തന്നെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇത്തരം വീഡിയോസുകൾ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു, 1 മണിക്കൂർ മാത്രമേ ആ വീഡിയോസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം ഡിലീറ്റ് ചെയ്തു. മാന്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. എന്നാൽ ഇപ്പോഴും ഇതേ കുറിച്ചിട്ട് ഒരു വീഡിയോസ് ഇട്ടുകൊണ്ട് ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പലരും. അപ്പൊ നിങ്ങൾ ആദ്യം എന്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതേക്കുറിച്ച് വലിയ യൂട്യൂബേഴ്സ് വീഡിയോസ് ഇടാത്തത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. യോഗിയണ്ണൻ വീഡിയോസ് ഇടാത്തത് കൊണ്ടായിരിക്കാം അവർ ഇതേക്കുറിച്ച് വീഡിയോസ് ഇടാത്തത്. യോഗിയണ്ണൻ ഇന്നോ നാളെയോ വീഡിയോസ് ഇടും. അങ്ങനെയാണെങ്കിൽ അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം, കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. AI തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുന്നവർ ധൈര്യമായിട്ട് നിങ്ങൾ നോ എന്ന് തന്നെ കൊടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ ഫിൽറ്റർ ഉപയോഗിക്കുന്നവരാണോ, നോ തന്നെ കൊടുത്തോളൂ, ധൈര്യത്തിൽ കൊടുത്തോളൂ. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ നോ തന്നെ കൊടുത്തോളൂ. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, 99% നിങ്ങളുടെ തമ്പനയിൽ എന്ത് തന്നെ ചെയ്ത് മാറ്റങ്ങൾ ചെയ്താലും, എന്ത് മാറ്റങ്ങൾ വരുത്തിയാൽ പോലും തന്നെ ഈ ഒരു റൂൾസ് നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ തമ്പനയിൽ ഒരിക്കലും നിങ്ങളെ ഈ ഒരു AI ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് നിങ്ങളോട് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഈ ആളുകളെ ക്ലിക്ക് ബൈറ്റ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ യൂട്യൂബിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ തമ്പനയിൽ ചേർക്കാറുണ്ട്. ഇത്തരത്തിൽ മിസ്ലീഡിംഗ് ആയിട്ട് നിങ്ങൾ തമ്പനയിൽ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ യെസ് കൊടുക്കുക, നോ കൊടുക്കുക എന്നുള്ള റൂൾസ് അല്ല, അവിടെ അൾട്ടേർഡ് കണ്ടന്റ് അല്ല. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസോ മറ്റു കാര്യങ്ങളോ കോപ്പിറൈറ്റോ സ്ട്രൈക്കോ ഒക്കെ വരാൻ അവിടെ അത് യൂട്യൂബിൽ എന്നോ ഉള്ള റൂൾസ് ആണ്. അതായത് മിസ്ലീഡിംഗ് ആയിട്ട് തമ്പനയിലിൽ ഒന്നും ചേർക്കരുത് എന്നുള്ളത്. അതായത് വീഡിയോയിൽ ഇല്ലാത്ത പല കാര്യങ്ങളും തമ്പനയിൽ ചേർത്തുകൊണ്ട് ക്ലിക്ക് ബൈറ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ചില പൊടിക്കഴികൾ. ഇത്തരം കാര്യങ്ങൾ അന്നും ഇന്നും യൂട്യൂബിൽ തെറ്റ് തന്നെയാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അത് അൾട്ടേർഡ് കണ്ടന്റുമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളിപ്പോ വന്ന പുതിയ വിഷയവുമായിട്ടോ ബന്ധപ്പെട്ടതൊന്നുമല്ല. അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം. അതുമല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെട്ട് വാട്സാപ്പിൽ ചോദിക്കാം എന്നുള്ളതാണ്. ഇവിടെ വരെ നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു കണ്ടന്റുമായി ഞാൻ വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ.